Hello everyone, welcome back to Henna. മൈലാഞ്ചി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കുള്ള മെയിൻ ഡൗട്ടാണ് നമ്മൾ മൈലാഞ്ചി ഉണ്ടാക്കുമ്പോൾ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യണമെന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എസെൻഷ്യൽ ഓയിൽ ഇല്ലാതെ എങ്ങനെ മെഹന്തി കോൺ ഉണ്ടാക്കാൻ പറ്റും, അതിൻ്റെ മിക്സിങ്ങും ഓയിൽ യൂസ് ചെയ്യാണ്ട് ഉണ്ടാക്കിയ കോണിൻ്റെ കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെയിനും മൈൻഹെന്നൻ്റെ റെഗുലർ കോണിൻ്റെ സ്റ്റെയിനും കൂടിയിട്ടുള്ള ഒരു കമ്പാരിസൺ കൂടി ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ കംപ്ലീറ്റ് കാണണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ ടിപ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാണ്ട് 50 ഗ്രാം ഹെന്ന പൗഡർ വെച്ചിട്ടാണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസെൻഷ്യൽ ഓയിൽ ഇല്ലാത്ത കോണ് നല്ല സ്റ്റെയിന് വരുമോ ഇല്ലോ എന്നുള്ള അറിയാത്തത് കൊണ്ടാണ് ഇത്രയും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഞാൻ ചെയ്യുന്നത്. ഈ ഒരു മിക്സിൽ എസെൻഷ്യൽ ഓയിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പ്രോസസ്സെല്ലാം സെയിം വേയിൽ ചെയ്യുന്നത്. ഡൈ റിലീസിന് വേണ്ടി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ നമ്മളെടുത്ത് അതിനെ ബീറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നൂല. എസെൻഷ്യൽ ഓയിൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. എത്ര ചെറിയ ക്വാണ്ടിറ്റി ആയാലും നമ്മൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേസ്റ്റിന് നല്ല സ്മൂത്ത്നെസ് കിട്ടും. നമുക്കിതിൻ്റെ എക്സാക്റ്റ് റിസൾട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു സ്റ്റെപ്പും വിട്ട് കളയുന്നില്ല. അതായത് സ്ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റെയിന് നോക്കുന്നത്. നമുക്ക് ഇത്രയും പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷേങ്കിൽ ഞാൻ ഒറ്റൊരു കോണ് മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് മാത്രമേ ബാക്കി കോൺസ് ആക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബാക്കി വരുന്ന പേസ്റ്റ് നേരെ കൊണ്ടുപോയി ഫ്രീസറിൽ വെക്കുക ചെയ്യുന്നത്. ഈ ഒരു പേസ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് യൂട്യൂബിൽ തന്നെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. അത് കാണാൻ മറക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 കോണിൻ്റെ സ്റ്റെയിന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഒന്ന് എസെൻഷ്യൽ ഓയിൽ ഇല്ലാത്തതും ഒന്ന് മൈൻഹെന്നൻ്റെ റെഗുലർ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള കോണുമാണ് ഉള്ളത്. ഇന്ന് ഏത് ഡിസൈൻ ചെയ്യുമെന്ന് ഇങ്ങനെ വിചാരിച്ച് വെക്കുമ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ ദ അല്യൂർ ഇങ്ക് എന്ന് പറയുന്ന നമ്മളെ അഞ്ജനൻ്റെ പേജ് കണ്ടത്. നല്ല നല്ല ഡിസൈൻസ് ഉണ്ട് പേജിൽ. മൈൻഹെന്നൻ്റെ റെഗുലർ കോൺ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ കണ്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയി ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ഇടയിൽ കുറച്ച് റീൽസ് എടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എസെൻഷ്യൽ ഓയിൽ ഇല്ലാത്ത കോണിൻ്റെ കൺസിസ്റ്റൻസി അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഈ ഒരു പാർട്ട് തീർത്തിട്ട് അടുത്ത സെക്ഷനായിട്ട് ചെയ്യുന്നതാണ് ഈ എസെൻഷ്യൽ ഓയിൽ ഇല്ലാത്ത കോണിനെ കൊണ്ട്. സെല്ലോഫേൻ്റെ പ്രിൻ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻ്റെ മൂടെല്ലാം പോയി. ആ സ്ട്രെയിറ്റ് ലൈന് വരക്കേണ്ട അടുത്ത് ഇത് വളഞ്ഞാന്ന് പോയത്. അപ്പോൾ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാണ്ട് ഹെന്ന കോൺ ഉണ്ടാക്കിയാൽ മെയിൻ ആയിട്ടുള്ളത് കൺസിസ്റ്റൻസി മാറും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. റെഗുലർ കോൺ യൂസ് ചെയ്യുന്ന പോലെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടുന്നില്ല. കോണ് പിടിക്കുമ്പം തന്നെ ഒരു വേറെ തന്നെ ഒരു ഫീൽ, അതായത് ടൈറ്റ് ആയിട്ടുള്ള ഫീലാണ് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്ത നമ്മളെ എയിം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റെയിൻ അറിയണം. ഈ കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലായി, വലിയ സാറ്റിസ്ഫൈഡ് അല്ല. എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള കോൺ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് കൺസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇനി നമുക്ക് സ്റ്റെയിൻ അറിയണം. ഇത് ഞാൻ രാത്രിയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 9 മണിക്കൂർ ഞാൻ ഇത് സ്കിന്നിൽ വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെയിൻ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പം കാണുന്നത് രാവിലെ ഉള്ള ഫ്രഷ് സ്റ്റെയിനാണ്. അപ്പോൾ ഞാനൊരു ആഫ്റ്റർ കെയർ ഓയിൽ വെച്ചിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. കുറച്ച് ബോൾഡായിട്ടുള്ള ഡിസൈൻസിലാണെങ്കിൽ ആഫ്റ്റർ കെയർ ഓയിൽ വെച്ചിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. സത്യം പറയാലോ, ഈ ഫ്രഷ് സ്റ്റെയിൻ കണ്ടപ്പോൾ ഇല്ലേ ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ ഞാൻ വിചാരിച്ചു അടിപൊളി. നിങ്ങളിപ്പോൾ കാണാൻ പറ്റുന്നില്ല, നല്ല ഡാർക്ക് ഓറഞ്ച് കളറായിട്ട് വരുന്നത്. ആ ലോട്ടസിൻ്റെ ഭാഗത്തും നല്ല ഡാർക്കായിട്ട് കാണുന്നുണ്ട്. ഈ വീഡിയോയിൽ സെയിം സ്റ്റെയിൻ പോലെയാണ് കാണുന്നതെങ്കിലും നേരിട്ട് കാണുമ്പോൾ കുറച്ച് ഡിഫറൻസ് നമുക്ക് തോന്നുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെയിൻ എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. വെള്ളം തട്ടിക്കഴിഞ്ഞാൽ സ്റ്റെയിൻ എന്തായാലും പ്രോബ്ലം വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ആഫ്റ്റർ കെയർ ബാം വെച്ചിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. മെഹന്തിൻ്റെ സ്റ്റെയിന് കൂടാൻ നമുക്ക് ഈ ഒരു ആഫ്റ്റർ കെയർ ബാം യൂസ് ചെയ്യാം. വേറെയും കുറേ ടിപ്സ് ഉണ്ട്, അതെല്ലാം ഞാൻ യൂട്യൂബിൽ തന്നെ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. എനിക്ക് ചെറുതായിട്ട് ഈ സ്റ്റെയിൻ്റെ ഡിഫറൻസ് മനസ്സിലായി തുടങ്ങി. പക്ഷേ ഈ വീഡിയോയിൽ തീരെ മനസ്സിലാകാത്ത പോലെ തോന്നിയോണ്ട് തന്നെ ഞാൻ പല ലൈറ്റ്സിലും വെച്ചിട്ട് കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സെക്കൻഡ് ഡേ സ്റ്റെയിൻ എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്തായാലും ഞാൻ പറയുന്നത് എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാണ്ട് ഇട്ട ആ ഒരു പാർട്ട് ഉണ്ടല്ലോ, നല്ല ഡള്ളായിട്ടുള്ളത്, ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റെയിൻ അല്ല വന്നത്. അതുപോലെ തന്നെ റെഗുലർ കോൺ വെച്ചിട്ടുള്ളത് ഡാർക്കായി വരുന്നുണ്ട്. എനിക്ക് ഈ വീഡിയോയിൽ സെക്കൻഡ് ഡേ വരെയുള്ള സ്റ്റെയിന് മാത്രമേ കാണിച്ചു തരാൻ പറ്റിയിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് അപ്ലോഡ് ചെയ്യേണ്ട ദിവസമായി, സൺഡേ ആണ്. ഇനിയുള്ള സ്റ്റെയിനെല്ലാം ഞാൻ എന്തായാലും യൂട്യൂബിൽ ഷോർട്സിൽ തന്നെ ഇടുന്നതായിരിക്കും. നിങ്ങൾ പോയിട്ട് കാണണം. ഞാൻ നല്ല സന്തോഷത്തിൽ ചെയ്തൊരു വീഡിയോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, പിന്നെ യൂസ്ഫുൾ ആയി എന്നും വിചാരിക്കുന്നു.
അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളെ സജഷൻസ് എല്ലാം കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത സൺഡേ പുതിയ വീഡിയോ ആയിട്ട് കാണാം.